ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യൂഫോർബിയ ജെറോൾഡി എന്ന് പറഞ്ഞിട്ട് 12 മാസവും ഫ്ലവർ ഉണ്ടാവുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഈ യൂഫോർബിയ ജെറാൾഡി വന്നിട്ട് പഴയ യൂഫോർബിയയുടെ ഒക്കെ തന്നെ ഫാമിലിയിൽ പെടുന്നതാണ്. പിന്നെ യൂഫോർബിയ പോലുള്ള മുള്ളുകളില്ല. അതുപോലെ തന്നെ യൂഫോർബിയയുടെ ബ്രാഞ്ചസ് ഒക്കെ കട്ടിയുള്ളതാണ്. ഇതത്രയും കട്ടിയൊന്നുമില്ല. ഇതുപോലെ യൂഫോർബിയ പോലെ തന്നെ ഫ്ലവർ ഉണ്ടാവും. യൂഫോർബിയക്കാട്ടിയും ഒത്തിരി ഫ്ലവർ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഇത് നടാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ഈ ബ്രാഞ്ചസിനെ കട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ആ നടുക്കുള്ളൊരു സ്റ്റെം മാത്രം നിർത്തിയിട്ട് ബാക്കി ബ്രാഞ്ചസിന് നമുക്ക് കട്ട് ചെയ്ത് വെച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൽ പാല് പോലെ ഒരു കറ വരും. അപ്പോൾ ആ കറ പോയതിന് ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്ത് സ്റ്റെമ്മിന് വെച്ചു കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം വെക്കാൻ. ഞാൻ ഈ ഒരു പോർഷനിലാണ് വെക്കാൻ പോകുന്നത്. ഈ സൈഡിൽ നന്നായിട്ട് വെയിൽ കിട്ടും. അപ്പോൾ ഇവിടെ കുറേ തെച്ചയാണ് കേട്ടോ. അപ്പോൾ അതിനെയൊക്കെ മാറ്റി അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് വേറൊരു തരത്തിലുള്ള വളമോ കാര്യങ്ങളൊന്നും വേണ്ട. വീക്ക്ലി വൺസ് ഒക്കെ വെള്ളം നനച്ചാലും മതിയാകും. പക്ഷെ നന്നായിട്ട് വെയിൽ കിട്ടണം. നന്നായിട്ട് വെയിൽ കിട്ടുമ്പോൾ ഇലയൊക്കെ നല്ല കടുത്ത ഗ്രീൻ കളറിൽ വരും. അതുപോലെ തന്നെ നല്ല റെഡ് കളറിലെ പൂവ് ഒത്തിരി ഉണ്ടാവും. ഞാൻ തംബ്നെയിലിൽ കൊടുത്തേക്കുന്നത് പോലെ തന്നെ ഫ്ലവർ ഉണ്ടാവും. അതുപോലെ 12 മാസവും ഫ്ലവർ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ചെടിക്ക് പ്രത്യേകിച്ച് ഒരു പോട്ടി മിക്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ചാണകപ്പൊടിയും കൊക്കോപ്പീറ്റ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നോർമലി ചട്ടിയിലോ അല്ലെങ്കിൽ തന്നെ തറയിലോ വെച്ചാൽ മതി. അത് പെട്ടെന്ന് തന്നെ വളർന്ന് വന്നോളും. നല്ല വെയിൽ കിട്ടിയാൽ മാത്രമേ നല്ല രീതിക്ക് വരത്തുള്ളൂ. നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്ത് ആ ഒരു കറ പോകാൻ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നടുപ്പ് തന്നെ ഇത്രയും വെയിലത്ത് വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇതുപോലെ സൺഷെയ്ഡിലോ എവിടെയെങ്കിലും സൈഡിലായിട്ട് വെയിലധികം തട്ടാത്ത സ്ഥലത്ത് മാറ്റി വെക്കണം. എന്നിട്ട് ഒരു രണ്ടാഴ്ച വേണ്ട, അപ്പോഴേക്കും പുതിയ ലീവ്സൊക്കെ വന്നു തുടങ്ങും. അതുമാത്രമല്ല, ഇത് പെട്ടെന്ന് തന്നെ മറ്റ് ചെടികളെപ്പോലെ ഇലയെല്ലാം കൊഴിഞ്ഞു പോയി പൂവ് കരിഞ്ഞു പോയ ശേഷമല്ല വരുന്നത്. നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ലീവ്സും അതുപോലെ തന്നെ ഫ്ലവറും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പുതിയ ലീവ്സ് വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ചെടി നന്നായിട്ട് വളർന്നിട്ടുണ്ടെന്ന്. പണ്ട് മിക്ക വീടുകളിലും ഉണ്ടായിരുന്ന ഒരു പ്ലാന്റാണ് യൂഫോർബിയ. പിന്നെ കുറേ അന്ധവിശ്വാസങ്ങളുടെയൊക്കെ പേരിൽ എല്ലാവരും വീട്ടിൽ നിന്ന് എടുത്തു മാറ്റി. ചൈനീസ് വിശ്വാസം അനുസരിച്ച് മുള്ളുള്ള ചെടികൾ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ പാടില്ലെന്നും അതുപോലെ തന്നെ ക്യാൻസർ രോഗം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് യൂഫോർബിയനെ പതിയെ എല്ലാവരും അവോയ്ഡ് ചെയ്യാൻ നോക്കി. പിന്നെയാണ് കേരളത്തിൽ കൂടുതലായിട്ടും യൂഫോർബിയ ജെറോൾഡി ഒക്കെ കണ്ടു തുടങ്ങിയത്. ഒരുപാട് കെയർ വേണ്ടാത്തതും അതുപോലെ തന്നെ പെട്ടെന്ന് വലുതാവുന്നതും എല്ലാ മാസവും 12 മാസവും ഫ്ലവർ ഉണ്ടാവുന്നതും അധികം വളപ്രയോഗങ്ങളോ ഒന്നും വേണ്ടാത്തതുമായിട്ടുള്ളൊരു ചെടിയാണിത്. നമ്മൾ ഏതെങ്കിലും നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒരു തൈക്ക് 10-200 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും കണ്ടാൽ ഇതുപോലൊരു സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. അതിലൊരു 3-4 ബ്രാഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം ഓരോരോ പീസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് സെപ്പറേറ്റ് പ്ലാന്റ്സ് ആക്കി മാറ്റാം. അങ്ങനെ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ നമുക്ക് പല പല പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങളുടെ ഇവിടെ കുറച്ച് വെള്ളം കയറുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് കുറച്ച് മണ്ണ് അതിൻ്റെ മേലേട്ട് പൊക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അങ്ങനെ കല്ലൊക്കെ ഇട്ട് വെച്ചിട്ട് കുറച്ച് മണ്ണിട്ട് പൊക്കിയത്. ഇതാവുമ്പോൾ നമുക്ക് സേഫായിട്ട് നിന്നോളും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.